നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ നിങ്ങൾ പൂർണ്ണമായിട്ട് ഹാപ്പിയാണ് എന്ന് പറയാൻ കഴിയും? പലപ്പോഴും നമ്മളുടെ പല ആക്ഷനുകളും, നമ്മളുടെ ബിഹേവിയറും, നമ്മുടെ സംസാരങ്ങളും, നമ്മുടെ സംസാര രീതികളും, നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളും ഒക്കെ തന്നെ നമ്മളുടെ പാർട്ട്ണറിനെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടാവും. അതൊരു കാരണം തന്നെ ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനും അതേപോലെ തന്നെ അറ്റാച്ച്മെൻറ്റും ഒക്കെ കുറഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ വിവാഹ ജീവിതത്തിൽ എന്തുകൊണ്ടായിരിക്കും നമുക്ക് പൂർണ്ണമായിട്ട് സന്തോഷിക്കാൻ പറ്റാത്തത്? സ്റ്റാർട്ടിങ്ങിൽ എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് പോയിട്ടുള്ള ഒരു ഫാമിലി, പക്ഷേ കുറച്ച് മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ കുറച്ച് മുന്നോട്ടേക്ക് ജീവിതം തുടങ്ങുന്ന സമയത്ത് പലരും ബിസി സ്കെഡ്യൂളിലേക്ക് പോകുന്നു, പല രീതിയിലേക്കുള്ള മൈൻഡ് സെറ്റിലേക്ക് മാറുന്നു. ഭർത്താക്കന്മാർക്കാണെങ്കിൽ പ്രാരാബ്ധങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ വഴിക്ക്, ഭാര്യമാരാണെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ, കുട്ടികളുടെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ നോക്കിയിട്ട് അതിൻ്റേതായിട്ടുള്ള തിരക്കിലേക്കായിരിക്കും. പക്ഷേ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്തും ഇവർ തമ്മിലുള്ള ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഇമോഷണൽ ബോണ്ടിങ് ഉണ്ട്, അതവിടെ എവിടെയോ നഷ്ടപ്പെട്ടു പോകുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട്. അതിൻ്റെ മറ്റൊരു റീസൺ എന്ന് പറയുന്നത് ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കുറയുന്നു എന്നുള്ളതായിരിക്കും. അതുമല്ല, ഇവരുടെ ഇമോഷൻസ്, അവരുടെ പ്രശ്നങ്ങൾ, പ്രോബ്ലംസ് ഒക്കെ തൻ്റെ ഭാര്യയോട് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തൻ്റെ ഭർത്താവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ റിയാക്ഷൻ എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ചിന്തയും ഇവരുടെ ഉള്ളിലുണ്ടാവും. ജീവിതത്തിൽ സന്തോഷമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്, പക്ഷേ പൂർണ്ണമായിട്ട് നമുക്ക് സന്തോഷിക്കാനോ അല്ലെങ്കിൽ ആ ഒരു ലൈഫിൽ കംപ്ലീറ്റ്ലി ഒരു ഹാപ്പിനെസ് കണ്ടെത്താനോ ഒരിക്കലും നമുക്ക് സാധിക്കാറില്ല. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ലോകത്ത് എല്ലാവരും എപ്പോഴും ഹാപ്പി ആയിട്ടൊന്നും ഇരിക്കില്ല. എല്ലാവരുടെ വിവാഹ ജീവിതവും 100% ഹാപ്പിനെസ്സോട് കൂടിയിട്ടുള്ളതും ആയിരിക്കില്ല. പക്ഷേ നമ്മൾക്കതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും ഒരു ബാലൻസ് ആയിട്ട് കൊണ്ടുപോകാനും പറ്റും എന്നുള്ളതാണ്. ഹാപ്പിനെസ് ഉണ്ടാക്കാൻ പറ്റും, പക്ഷേ അതിനെ എങ്ങനെ ബാലൻസ് ചെയ്ത് പോകണമെന്ന് അറിയാത്തത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകുന്നത്. ആ വിള്ളലുകൾ എന്താണെന്ന് കണ്ടെത്തി, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ്റെ കുറവാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്ത് പരസ്പരം ഇമോഷൻസ് മനസ്സിലാക്കി അവരുടെ ഡീപ്പ് ലെവൽ മനസ്സിലാക്കിയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നിങ്ങളുടെ വിവാഹ ജീവിതം നിങ്ങൾക്ക് സന്തോഷത്തോട് കൂടിയിട്ട് കൊണ്ടുപോകാൻ പറ്റും. പാർട്ട്ണർ എന്താണ് പറയുന്നതെന്നും അവരെന്ത് ഇമോഷനിലാണ് പറയുന്നതെന്നും അല്ലെങ്കിൽ അവരെന്ത് രീതിയിലാണ് നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ ഒരുവിധം പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അതിന് മറ്റൊരാളുടെ ആവശ്യമോ അല്ലെങ്കിൽ വേറൊരാളെ നിങ്ങളുടെ ഇടയിലേക്ക് കയറ്റേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല.